करनी है तो आपको दिखा दो सिर्फ സംഭവം അടിപൊളിയായിട്ടില്ലേ. ഇനി ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു കുപ്പത്തൊട്ടി പോലെ കാണാൻ പറ്റും. അതുകൊണ്ട് റെയിൽവേ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുപ്പത്തൊട്ടി ആക്കണവർ അതിൽ വിളിക്ക് കയറണ്ട. ഇനി ഉടനെ തുടങ്ങായി അത് ഞങ്ങളല്ല, അത് ഉത്തരേന്ത്യക്കാരാണ്, ദക്ഷിണേന്ത്യക്കാരാണ്. എൻ്റെ പൊന്നു സഹോദരന്മാരെ, ഇതെല്ലാം നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ഇന്ത്യക്കാരുടെ വണ്ടിയാണ്. അല്ലാണ്ട് ഇത് അവർ ഭരണം കഴിഞ്ഞാൽ വീട്ടിലേക്ക് കൊണ്ടുപോകാനൊന്നും പോകുന്നില്ല. അത് എല്ലാവർക്കും ഉള്ളതാണ്. സൗകര്യമുള്ള വണ്ടിയാണ്. അത് മര്യാദക്ക് സൂക്ഷിക്കണം. അത് മുറുക്കി തുപ്പണത് ഇപ്പോൾ ആരായാലും ശരി, അത് തെറ്റാണ്. അത് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ എയർപോർട്ടിലായാലും മുറുക്കി തുപ്പുന്നില്ല. ഇങ്ങനത്തെ ലക്ഷറിയസ് കാര്യങ്ങളിൽ പോകുമ്പോൾ നമ്മൾ അങ്ങനെ പാലിക്കണം. ആ ഒരു സിവിക് സെൻസ് നമുക്ക് വേണം. വെറുതെ ഇന്ത്യ, ചൈന, ജപ്പാൻ കമ്പാരിസൺ ചെയ്താൽ പോരാ. അവിടുത്തെ ആളുകൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ നമ്മളും പെരുമാറാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഗവൺമെൻറ് പറയുന്നത്. അതേപോലെ തന്നെ റെയിൽവേ ആരുടെയും തറവാട്ട് വകയല്ല, അവരെങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകില്ല. ഇത് നമ്മുടെ സ്വത്താണ്, ഇനി നമുക്ക് അങ്ങോട്ട് ഉപയോഗിക്കാനുള്ളതാണ് എന്നുള്ള ഓർമ്മ നമുക്കും വേണം ഒരു പൗരൻ എന്ന നിലയിൽ. എന്തായാലും ഉഷാർ സംഭവമാണ്. എല്ലാവരും കണ്ടു നോക്കുക, കയറി നോക്കുക, എക്സ്പീരിയൻസ് എടുക്കുക. ഇനി കുറ്റം പറയാനൊരു സഹിക്കാൻ പറ്റാത്തൊരു കുങ്ങികൾ, കമ്മികൾ, സംഖ്യകൾ, അങ്ങനെ പറഞ്ഞ മൂരികൾ എല്ലാവരും കൂടി അങ്ങോട്ട് തേച്ച് വായിക്കണ്ട. ഇനി കല്ലെറിയാൻ നിൽക്കുന്നവരുണ്ടാവും ട്രാക്കിൽ, ഓർക്കും കൂടിയാണ് പറയണത്. ഇതെല്ലാവർക്കും ഉള്ള വണ്ടിയാണ്. ഇത് രാജ്യത്തിൻ്റെ വണ്ടിയാണ്. ഇത് ആരുടെയും തറവാട്ട് സ്വത്തല്ല. ഇത് ആരും ഔദാര്യം ചെയ്തു തരണമല്ല. ഇത് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ കംഫർട്ടിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക്, നമ്മുടെ ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് അപ്സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കണതാണ്. അതിലെ കുറ്റങ്ങളും കുറവുകളും എല്ലാവരും ഉണ്ടാവും. അത് ഉടനെ അത് അവരുടെ കുറവാണ്, ഇത് ഞങ്ങളുടെ കുറ്റമാണെന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് അത് മര്യാദയ്ക്ക് സൂക്ഷിക്കുക. അവിടെ വൃത്തിയായിട്ട് ഇപ്പോൾ അവർ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്, അതേപോലെ വൃത്തിയായിട്ട് നമ്മൾ നോക്കണം. അതിലെ കുറ്റം പോരായ്മ എന്തുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ട്. അങ്ങനെ കുറച്ചും കൂടി ഒന്ന് അപ്ഗ്രേഡ് ആയിട്ട് ചിന്തിക്കാൻ എല്ലാവരും ശ്രമിക്കട്ടെ. അങ്ങനെയുള്ളവർ അതിൻ്റെ ഉള്ളിൽ പോയാൽ മതി എന്നുള്ളത് തന്നെയാണ് അവരും പറയുന്നത്. ലേശം ടിക്കറ്റിന് വില കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർ കയറിയാൽ മതി എന്നും കൂടി അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. എന്തായാലും സംഭവം ഉഷാറായിട്ട്